Hi guys, welcome back to my channel Roopesh Tech Zone. മച്ചമാരെ നമ്മൾ ഇന്നൊരു കിടിലൻ സാധനമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്, സംഭവം നൈസായിട്ടൊന്ന് പാളി പോയിട്ടുണ്ട്. ഇതല്ല, വേറെ സാധനം കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, ഒരു സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതൊക്കെയാണ്. ഇതൊരു ബോട്ടിലാണ്, നമ്മുടെ ടിന്നറൊക്കെ ലഭിക്കുന്ന ഒരു ബോട്ടിലാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബാണ്. ഇങ്ങനത്തെ രണ്ട് നോബാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു നോബല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോബ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു 4 ഇഞ്ചിൻ്റെ വൂഫറാണ് ആവശ്യമായിട്ട് വരുന്നത്. വൂഫർ അല്ലെങ്കിൽ സ്പീക്കർ എടുക്കാം. ഇതിലും കൂടുതൽ വലിപ്പമുള്ളത് എടുക്കരുത്, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് താങ്ങില്ല. പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോർഡാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ബോർഡുകൾ ഓരോന്നായിട്ടും വാങ്ങിക്കാം. ഞാനിപ്പോൾ ഇത് കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ്. ഓൺലൈൻ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ കാണുന്ന ഈ ഒരു ബോർഡിലാണ് നമ്മുടെ പവർ ഓൺ ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ സൗണ്ട്, വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതാണ് നമ്മുടെ ഒരു USB റീഡർ, അതായത് നമ്മുടെ ഈ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ആ ഒരു ബോർഡിലാണ്. നമ്മുടെ ഈ റീചാർജബിൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോർഡാണിത്. സാധാരണ ചാർജറിൻ്റെ ബോർഡ് തന്നെയാണ്, 4.5 വോൾട്ടേജിൻ്റെ ചാർജറിൻ്റെ ബോർഡ് തന്നെയാണ്. ഇതാണ് ഇതിലേക്കുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് ആംപ്ലിറ്റ്യൂഡ് വേണ്ടി യൂസ് ചെയ്യുന്ന ബോർഡാണ്, അതായത് ചെറിയ തരത്തിലുള്ളൊരു ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു ബോർഡാണിത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ടിന്നറിൻ്റെ ബോട്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് നമ്മുടെ ആ ഡിസ്പ്ലേ വരണം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അതേ കണ്ടോ ഗൈസ്, ഈ ഒരു സംഭവം ഈ ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു IR കണക്ഷൻ ഇവിടെ വരണം. താഴത്ത് സൗണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ബോർഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. സൗണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ബോർഡ് നമുക്ക് പുറത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിലായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ബട്ടൺസും കാര്യങ്ങളൊക്കെ ചില ഇഷ്യൂ വരും. പിന്നീട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു വൂഫർ നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾ ചെറിയൊരു ഹോൾ ഇടണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ AC കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ട് അതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വൂഫറിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഹോളും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് കേട്ടോ AC കേബിൾ പുറത്തേക്ക് ഇടാനുള്ള ആ ഒരു ഹോളോടെ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ സംഭവങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സെറ്റാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ വോളിയം കൺട്രോളിൻ്റെ ബോർഡ് മാത്രം നിർത്തി ബാക്കി എല്ലാ ബോർഡുകളും ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇടാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വോളിയം കൺട്രോളിൻ്റെ ആ ഒരു ബോർഡ് മാത്രമാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. ബാക്കി എല്ലാ ബോർഡുകളും ഞാൻ അകത്താക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ ബോർഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് സെറ്റാക്കി നോക്കാം. അപ്പോൾ ആ ഒരു ഹോളിൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. നമുക്കെല്ലാം ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കണം. ഞാൻ എല്ലാം ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഗൈസ്, നമ്മുടെ ഈ ഒരു ബോർഡ് നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല പവറിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു ബോർഡ് കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ 2 ബോർഡ് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളിൽ നിന്നാണ് സ്ക്രൂ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രൂ ചെയ്യാതെ ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്ത് വേണമെങ്കിൽ ഇതുപോലെ സെറ്റാക്കി നിർത്താനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമുക്ക് വൂഫർ സെറ്റ് ചെയ്യാനുള്ള 2 ഹോൾ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ്. ഇനി നമ്മൾ ആ ഒരു ബോർഡിൽ നമ്മൾ AC കേബിൾ കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. എൻ്റെ കയ്യിലൊരു ചെറിയൊരു AC കേബിൾ ഉണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ ആയിട്ട് 2 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, 2 കാല് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ AC കേബിൾ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ കയ്യിലൊരു ചെറിയ കഷ്ണം AC കേബിൾ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വലിയത് വെക്കണമെങ്കിലും വെക്കാം. കാരണം ഞാൻ ചെറുത് വെക്കാനുള്ള കാരണം ഇത് അത്ര ലോങ് ആക്കി വെക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ആ ഒരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു വയർ ഈ ഒരു ഹോളിലൂടെ ജസ്റ്റ് പുറത്തേക്ക് എടുക്കാനായിട്ട് പോവുകയാണ്.
അല്ലാതെ ഇനി വേറെ ഒരു പരിപാടി നമുക്ക് ഈ ഒരു ബോർഡിൽ ചെയ്യാനായിട്ടില്ല. ഇനി നിങ്ങൾ ഇതുപോലെ ഡയറക്റ്റ് ബോർഡല്ല വാങ്ങിക്കുന്നത്, നിങ്ങളാണ് അസംബിൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു പണി മാത്രമേ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് ചെയ്യാനുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ ബാക്കി ബോർഡുകളൊക്കെ എല്ലാം ഒന്ന് ഇൻസുലേഷൻ വെച്ച് ഉറപ്പിച്ച് വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം അത് ഇളകി പോയാലും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ. നമുക്കിത് ചാർജ് ചെയ്യുന്ന ടൈമിൽ നീല ലൈറ്റ് കത്തുമെന്നാണ് ഈ ഒരു ബോർഡ് ലഭിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ആ ഒരു മാനുവലൊക്കെ കിട്ടിയിരുന്നു, അതിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വൂഫർ ഇവിടെ സെറ്റാക്കാനായിട്ട് പോകണം. അതിൻ്റെ 2 വയറാണ് ഇപ്പോൾ ഇത്. ഇനി നമ്മൾ ആ ഒരു വൂഫർ കൂടെ ഇവിടെ സെറ്റാക്കാനായിട്ട് പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ വൂഫറും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. ആകെ 2 സ്ക്രൂ കൊടുക്കുന്നുള്ളൂ. പൊട്ടിപ്പോരുകയില്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ കാണാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഇനിയും കൂടുന്നതായിരിക്കും. സംഭവം എല്ലാം ഒന്ന് സെറ്റാക്കി വരണ്ടേ. അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഒക്കെ എന്നിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു AC കേബിൾ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ വല്ല പൊട്ടിത്തെറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ണടച്ചോളൂ. ചിലപ്പോൾ വീഡിയോ മൊത്തം അടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്, കാരണം വയർ ഇങ്ങനെയൊക്കെയാണ് വെച്ച് കൊടുക്കണം കേട്ടോ. എന്തൊക്കെയാണ് വരുമൊന്നും പറയാൻ പറ്റില്ല. ഞാനിതിൻ്റെ മുമ്പ് ഈ ഒരു ബോർഡ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, നേരിട്ട് വാങ്ങിയിട്ട് ഇതിനുള്ളിൽ സെറ്റാക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഗൈസ്, നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഒരു പണ്ടാറൻ കോഴി സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എത്ര പറഞ്ഞിട്ടത് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാതെക്കാനും പറ്റില്ല. ഗൈസ്, ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സംഭവം എല്ലാം ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റീചാർജിങ് എല്ലാം പക്കയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സംഭവം ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. ഗൈസ്, ഇതാണ് നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള സംഭവം. പിന്നെ ഇത് ബാസും ത്രിബിളും കൺട്രോൾ ചെയ്യാനുള്ള സാധനമാണ്. നമുക്കിവിടെ ക്യാപ്പ് വെച്ച് കൊടുക്കണമെങ്കിൽ വെക്കുക കൊടുക്കാം. പിന്നെ കുറച്ച് ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്, പോസ് ചെയ്യാനും സോങ് പോസ് ചെയ്യാനും അതുപോലെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ളൊക്കെ സംഭവങ്ങളാണ്. ഈ നടുവിലെ സംഭവം ഒന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്പീക്കർ ഓൺ ആവുന്നത്. അപ്പോൾ ഒരു റേഡിയോ മോഡിലാണ് നിൽക്കുന്നത്. ഗൈസ്, സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം റെഡിയാണ്. നമുക്ക് USB ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു പെൻഡ്രൈവാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മ്യൂസിക് പ്ലെയർ ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. എഡനിക് എന്ന് പറയുന്ന കമ്പനിയുടെ 64 GB ഒരു പെൻഡ്രൈവാണിത്. അടിപൊളി സാധനമാണ് കേട്ടോ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മോഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സംഭവത്തിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കും. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത റേഡിയോകൾക്കൊക്കെ നമുക്ക് കുറച്ച് റിമോട്ടൊക്കെ കിട്ടിയിരുന്നു. ആ റിമോട്ടൊക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ റേഡിയോയ്ക്കും അതുപോലെ തന്നെ കാർ സ്റ്റീരിയോയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന റിമോട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ദേ ഗായ്സ്, ഇതുപോലുള്ള റിമോട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള റിമോട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ സോങ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്.